എന്റെ അമ്മേ, എല്ലാവരും വന്നിണ്ടല്ലോ. തങ്കമണി പാടത്തിന്റെ റിലീസാ മാർച്ച് 7-ന്. എല്ലാവരും തിയേറ്ററിൽ വന്ന അങ്ങനെ ഉണ്ടായിട്ട് എന്തേ അപ്പൊ ഇനിയെങ്കിലും പറഞ്ഞ മിമിക്രി കൂടി കാണിച്ചതല്ലേ. അപ്പൊ 7-ാം തീയതി പറഞ്ഞോട്ടാ. തിരുവനന്തപുരത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാർച്ച് 7-ന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ്. എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി. 1986 നടന്ന ഒരു സിനിമ. ആ കുറേ ട്രൂ ഇവൻസും ഫിക്ഷനും കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് വന്ന ഓരോ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് പോയി. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ദിലീപേട്ടന് ഒരു ചെറിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും. ഇല്ല, പിരിയോ? നമ്മൾ പിരിയില്ലല്ലോ, നമ്മള് ഒറ്റയ്ക്ക് കൂടി നിൽക്കും, നമ്മള് ക്ലാപ്പ് ചെയ്യില്ലേ. ഞാൻ പാടുന്ന പാട്ടുകൾ നിനക്കറിയാം. എനിക്കും എന്റെ തോന്നിവാസത്തിന് പാടുന്ന ഒരാളാണ്. എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ. എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ഉള്ളൂ. സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറയും. മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ അവർക്ക് വെറുതെ ടെൻഷൻ ആക്കണ്ട എന്റെ പാട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ്. എന്നെ വെറുതെ വിടണം. എന്നിൽ ഔഷധ ഞാൻ പാട്ടുകാരനല്ല, അറിയാലോ. ഞാൻ മിമിക്രി ഒക്കെ ചെയ്തു വന്നവരാണ്. നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. നമ്മളെല്ലാരും ഒരുപാടധികം മിസ് ചെയ്യുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് ഇന്നസെന്റ് സർ, അല്ലേ? ഇന്നസെന്റ് സാറിന് ഏറ്റവും കൂടുതൽ വേദിയിൽ ആക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ദിലീപേട്ടനാണ് മിമിക്രിയിലൂടെ. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപേട്ടന്റെ വോയിസിൽ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പാട്ട് പോലെയല്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയതും കാക്കേ കാക്കേ കൂടെ അത് പുള്ളി പാടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പാട്ടിൽ നിന്ന് ഞാൻ തെറിച്ച്. എന്റെ അമ്മേ, എല്ലാവരും വന്നിണ്ടല്ലോ. തങ്കമണി പാടത്തിന്റെ റിലീസാ മാർച്ച് 7-ന്. എല്ലാവരും തിയേറ്ററിൽ വന്ന അങ്ങനെ ഉണ്ടായിട്ട് എന്തേ വലിയൊരു കൈയടിയോടുകൂടി ദിലീപേട്ടൻ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയെങ്കിലും പറഞ്ഞ മിമിക്രി കൂടി കാണിച്ചതല്ലേ. അപ്പൊ 7-ാം തീയതി പറഞ്ഞോട്ടാ. മാർച്ച് 7-ന് നമ്മളെല്ലാരും തിയേറ്ററിൽ എത്തിയിരിക്കും തങ്കമണി കണ്ട് വിജയിപ്പിക്കാനായിട്ട് തന്നെ. So actually sir, one more request is there from the audience side. We are very sure you have been watching many of the Malayalam films, right? So can you please tell us any of the Malayalam dialogue for the people here in Trivandrum? Any dialogue, any actor, Laladan, Mamuka, Dileepadan, any actor, one movie dialogue, sir, please. See, I can't match anybody's lines and all that as character, but
நான் வந்து இந்த படத்துல ஒரு பாட்டு பாடியிருக்கேன். ஓ போதுமே அதுதான் பாடுங்க. இந்த பாட்டுக்காகவே நீங்க பார்க்கணும். ஓகே. കാക്കേ കാക്കേ കൂട്ടവിടെ കൂട്ടനകത്തെ കുഞ്ഞുണ്ടോ കുഞ്ഞണ കയ്യിൽ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ. Thank you very much. எனக்கு தெரிஞ்ச மலையாளம். Thank you so much sir. Thank you so much. Please sir, please. Thank you very much. Thank you sir. இனிமே நீங்க வில்லன் கிடையாது சார், ஹீரோ. நீங்க வந்து ஹீரோ சார், ஜான் விஜய் சார். இன்னொரு ஒன்று சொல்றேன். ப்ளீஸ். நோ ஆஃபென்ஸ் டு த ஹீரோஸ், பட் எல்லா ஹியூமன்ஸ்க்கும் வந்து நல்லது கெட்டது இருக்கும். ஸோ எல்லாரும் என்ன பண்ணுவாங்க, நல்லதெல்லாம் வெளியே காட்டிட்டு கெட்டதெல்லாம் உள்ளே வச்சுக்குவாங்க. நாங்கெல்லாம் எப்படின்னா கெட்டதெல்லாம் வெளியே காட்டு நல்லதை உள்ள வச்சு. ஸோ we are actually very nice people. Thank you very much. Thank you sir. Thank you. Thank you so much sir. Thank you so much. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നത് പാപ്പന് വേണ്ടിയിട്ടാണ്, സുജിച്ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ഓൾ ഹിയർ അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്, ചിലവർ വന്നിട്ടില്ല. വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത, ഷീ കുഡ്ന്റ് മേക്ക് ഇറ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻ്റ് എഫേർട്ടാണ്. പക്ഷേ ദിലീപ് ചേട്ടൻ്റെ പാർട്ട്ണറായിട്ട് പെയറായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ. ആക്ച്വലി ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതൊരു റിക്വസ്റ്റ് ആണ്. നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടും. ഈ സിനിമയിൽ തന്നെ നമ്മൾ ഇപ്പൊ കണ്ട പാട്ടുണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, പക്ഷെ അത് ഞാൻ പാടി കൊളവാക്കണമെന്ന്. ഓക്കെ, ഞാൻ 4 ലൈൻസ്. ഇത് ചിലപ്പോൾ എൻ്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. തെറ്റിയാൽ പ്ലീസ് ഫർഗിവ് മൈ ഫ്ലോസ്. കാതിലീരൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ കോടമഞ്ഞിൻ കോരി എന്നെ തേടുന്ന പൂവല്ലേ അനുരാഗമല്ലേ അതിൽ നോവുകില്ലേ അഴകലിയുമാക്കിനാവിൽ കാത്തിരിക്കില്ലേ. എല്ലാവർക്കും നമസ്കാരം. തങ്കമണിയുടെ ഭർത്താവാണ്, കോട്ടയം രമേശേട്ടൻ പറഞ്ഞതുപോലെ. ഞാൻ ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. ജീവിതത്തിലൊരു വലിയ കാലം 10 വർഷത്തോളം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായി ജോലി നോക്കിയ ആളാണ് വിവിധ ചാനലുകളിൽ. അതിനുശേഷമാണ് സിനിമാ മോഹൻ തലയ്ക്ക് പിടിക്കുന്നതും സിനിമ ചെയ്യാനാകുന്നതും. ഉടലെന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടലെന്ന ചെറിയ സിനിമ നൽകിയ വലിയ സൗഭാഗ്യമാണ് തങ്കമണി. ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷ് ചേട്ടാ ഒരുപാട് താങ്ക്സ്. രതീഷ് ചേട്ടൻ ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും സാറായിക്കോട്ടെ, റവി സാറായിട്ട് എല്ലാവരും, അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക തങ്കമണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണുക. കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ലെന്ന് അവിടെ നിന്ന് കാണിച്ചു. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റേതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള 2ാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്,
എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ തന്നിട്ടുണ്ട്, കരുതലും. ആ ഒരു ദിലീപേട്ട താങ്ക് യു.